കറണ്ട് അഫെയർസിലെ 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വിക്രം. രണ്ടാമത്തെ ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം SK വസന്തൻ. മൂന്നാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. നാലാമത്തെ ചോദ്യം, 2022 വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഉത്തരം S ഹരീഷ്. കൃതി മീശ. അഞ്ചാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ മൊത്തം ചെലവ് എത്രയാണ്? ഉത്തരം 615 കോടി. ആറാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ്? ഉത്തരം നെയ്യാറ്റിൻകര. ഏഴാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളീയ വനിത ആര്? നെഞ്ചിയമ്മ. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല? ഉത്തരം തൃശ്ശൂർ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യം ഏത്? ഉത്തരം മംഗൾയാൻ. പത്താമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം പ്രഗ്യാൻ. 11ാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സേതു. 12ാമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഉത്തരം ആഗസ്റ്റ് 23. 2023 G20 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആര്? ഉത്തരം ഇന്ത്യ. 14ാമത്തെ ചോദ്യം, 2024 G20 അധ്യക്ഷ സ്ഥാനം ആര് വഹിക്കും? ഉത്തരം ബ്രസീൽ. 15ാമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിത? ഉത്തരം PT ഉഷ. 16ാമത്തെ ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം അംബികാസുധൻ മാങ്ങാട്. കവിതാ സമാഹാരം പ്രാണവായു. 17ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പിറകിലുള്ള റോക്കറ്റ് വനിത ആര്? ഉത്തരം ഋതു കരിതാൽ. 18ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ഉത്തരം U ഷറഫലി. 19ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം P വത്സല. 20ാമത്തെ ചോദ്യം, 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഉത്തരം 18ാമത്തേത്.